എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ വന്നത്. എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ബ്രീതിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ചികിത്സിച്ചു, പക്ഷേ അതിനൊന്നും ഒരു ഇത് കിട്ടിയില്ല. എനിക്ക് ഈ അൾസറിൻ്റെ അസുഖമായിരുന്നു. ഇൻഹേലർ ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ വന്ന പിന്നെ ഇൻഹേലർ ഉപയോഗിക്കണില്ല. അദ്ദേഹം ഒരു സ്പെഷ്യൽ മരുന്ന് എനിക്ക് തന്നു. അതൊന്ന് ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി. നിങ്ങളുടെ എല്ലാ റെസ്പിറേറ്ററി അസുഖങ്ങൾക്കും ഒരു അൾട്ടിമേറ്റ് ആയുർവേദിക് സൊല്യൂഷൻ കഫാസ്ത. ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ ഒരിടത്തുമല്ല, കേരളത്തിൻ്റെ അകത്തുള്ള കോട്ടയം ജില്ലയ്ക്കകത്തെ ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിലാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 98 രൂപയാണ്. ആൻഡ് 98 രൂപയ്ക്ക് നിങ്ങൾ ലൈഫ് ലോങ് കൊണ്ട് നടന്ന ചുമയും കഫക്കെട്ടിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് സൊല്യൂഷൻ. നമ്മൾ മാറൂല എന്ന് കരുതിയിരുന്ന പല രോഗങ്ങളും മാറ്റാനായിട്ട് സഹായിച്ച കഫാസ്ത എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിച്ച ആളാണ് ഇതായിരിക്കുന്നത്. നമ്മുടെ പേര് പറഞ്ഞു. അഖിലേശ്വരി. അമ്മ എത്ര നാളായിട്ട് ഈ ഒരു അസുഖം? എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ബ്രീതിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ചികിത്സിച്ചു, പക്ഷേ അതിനൊന്നും ഒരു ഇത് കിട്ടിയില്ല. പിന്നെയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ഇങ്ങനെ അറിഞ്ഞത്, ഇവിടെ ഒരു ശ്രീ സീത ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയാൽ എല്ലാം മാറ്റിത്തരും എന്നുള്ളത്. അമ്മ വരുന്നത് എവിടെ? തൃശ്ശൂർ. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ്? ഇവിടെ ഞാൻ വന്നിട്ട് 6 ദിവസമായി. നല്ല വ്യത്യാസമുണ്ട്, നല്ല ആശ്വാസമുണ്ട്. കഫാസ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. കഴിഞ്ഞ 2 വർഷം വേറെ ഹോസ്പിറ്റലിലേക്കായിരുന്നു ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതങ്ങനെ മാറിയില്ല. പിന്നെയും ആ ട്രബിൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്നാൽ കംപ്ലീറ്റ് മാറുന്നുള്ളൊരു ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഇപ്പം ഹാപ്പിയാണ്. 6 ദിവസമായിട്ടുള്ളൂ, പക്ഷേ നല്ല വ്യത്യാസം. കഴിഞ്ഞ 2 വർഷം ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻഹേലർ ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ വന്ന പിന്നെ ഇൻഹേലർ ഉപയോഗിക്കണില്ല. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇൻഹേലർ ദിവസവും എത്ര തവണ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇൻഹേലർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മോചനം കിട്ടിയില്ല, സ്ഥിരമായിട്ടൊരു ഇത് കിട്ടിയില്ല. കഴിഞ്ഞ 6 ദിവസത്തിൽ ഇല്ല, ഉപയോഗിച്ചില്ല. നല്ല മാറ്റം തന്നെ. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ അഡ്രസ്സ് നമ്മൾ ഗൂഗിളിൽ കണ്ടിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് ഇവിടെ വന്നതാണ്. എനിക്ക് ഈ അൾസറിൻ്റെ അസുഖമായിരുന്നു. അവിടെ പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് കുറഞ്ഞില്ല. എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പോൾ 2 വർഷം കൊണ്ട് കൊറോണ വന്നതിന് ശേഷം വയറിന് പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ ലൂസ് മോഷനും വയറുവേദനയും ഗ്യാസും കൂടെ വന്നുകൊണ്ട് എല്ലാം അങ്ങ് വ്രണമായി. അതിൻ്റെ ചികിത്സയ്ക്ക് വന്നതാണ്. ഇവിടെ വന്ന് മരുന്നെല്ലാം കഴിക്കാൻ തുടങ്ങിയപ്പം ഇച്ചിരി ആശ്വാസമായി. പിന്നെ അവർ വസ്തി വെക്കുക, ഇങ്ങനെ പല മരുന്നുകളും തന്നു. അങ്ങനെ ഇരിപ്പം എനിക്ക് ഇക്കിളി സ്റ്റാർട്ടായി. ഈ മരുന്നെല്ലാം ചെന്ന് കഴിഞ്ഞപ്പം ഇക്കിളി സ്റ്റാർട്ടായിട്ട് രാത്രിയും പകലും ഒരേ ആഴ്ച അങ്ങനെ നിന്നു. അപ്പോൾ അത് ഞങ്ങൾ ബ്ലഡെല്ലാം ചെക്ക് ചെയ്തു ഇവിടെ തന്നെ. അപ്പോൾ പറഞ്ഞു ലങ്സിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, കഫം ഇൻസൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലിവറിനും സ്വല്പം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെല്ലാം കൂടെ മരുന്ന് ചെന്ന് കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്പെഷ്യൽ മരുന്ന് കപ്ത എന്ന് പറഞ്ഞ മരുന്ന് എനിക്ക് തന്നു. അതൊന്ന് ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അതില്ല. ഇപ്പോൾ ഇന്ന് 25 ഡേയ്സായി. മെയ് 5-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആയതാണ്. ഇതിൽ എനിക്ക് ഒരുപാട് കഫ ഇളകിപ്പോയി. കഫ ഇളകിപ്പോയപ്പം ഇക്കിള് സ്റ്റോപ്പായി. അപ്പോൾ അത് കൂടെ കഴിക്കുന്നുണ്ട്. അല്പം കഫമെല്ലാം ഇളകി നമുക്ക് കഫമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടൂടെ ലങ്സിനകത്തുള്ള നീർക്കെട്ടും കഫവുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്വല്പം പോകും. എന്നാൽ മഞ്ഞ കളറൊന്നും ഇല്ല, അതിന് വൈറ്റ് കഫം ഇങ്ങനെ ഇളകി വരും. ഈ മരുന്ന് കഫാസ്ത എനിക്ക് വളരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ഇപ്പം നമ്മുടെ വന്ന ആൾക്കാർക്കും എല്ലാം ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ മരുന്ന് വേണേ വാങ്ങിച്ചുകൊണ്ട് പോകും, നല്ലതാണെന്ന് പറഞ്ഞു. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ, ഫോർട്ടീസ് എന്ന ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റേറ്റ് ലെവലിലെ വലിയൊരു ഡോക്ടറുടെ ചികിത്സയായിരുന്നു. ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറയും. അതൊന്നും കുറഞ്ഞില്ല. അവർ കുറേ ഇംഗ്ലീഷ് മരുന്നുകൾ തരും, ഇനി പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കി, CT സ്കാൻ ചെയ്ത് നോക്കി, പല ടെസ്റ്റുകൾ നടത്തി, എല്ലാം ഇതെല്ലാം ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും മരുന്ന് അങ്ങോട്ട് പിടിക്കുന്നില്ല. വയറുവേദന എരിച്ചിലും അത് വെറും കഞ്ഞി, വെറും പഞ്ചസാര ചേർത്ത് ഇഡ്ഡലി മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ശരീരം 30 കിലോ കുറഞ്ഞു. വേറെ ഒരു ആഹാരം കഴിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കുക്കുംബർ ജ്യൂസ് കുടിക്കാം, മാതളനാരങ്ങ ജ്യൂസ് കുടിക്കാം. അങ്ങനെ എത്ര കാലമാണ് കഴിയുന്നത്. ഒന്നുകൂടെ പുണ്ണ് കൂടി വന്ന് എരിച്ചിലും പോയിച്ചിലും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ലക്ഷം വ്യത്യാസമുണ്ട്. പേരെന്താ? ഇതെന്താ സാധനം? കഴിക്കാറുണ്ടോ ഈ സാധനം? എപ്പോഴാണ് കഴിക്കുന്നത്? ചുമ വരുമ്പോ കഴിക്കുമോ?
എത്ര സ്പൂൺ കഴിക്കും? കഴിക്കാൻ ഇഷ്ടമാണോ ഈ സാധനം? ഇഷ്ടമാണ്. ഇപ്പൊ കഴിക്കാവോ? ഇപ്പൊ കഴിക്കാവോ? ഇതാ കഴിച്ചോ. ഒരു സ്പൂൺ കഴിച്ച് കാണിച്ചു കൊടുക്കാവോ അവർക്ക്? ആ ഓക്കെ. ഗുഡ് ബോയ് യോഗി. ഓ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ടേസ്റ്റ് ഉണ്ടോ? ചുമ മാറിയോ ഇത് കഴിച്ചിട്ട്? ചുമ മാറിയോ? നല്ല മാറി. ഓക്കെ, താങ്ക് യു. നമ്മൾ കഫാസയുടെ ഒരു പാക്കേജിങ് യൂണിറ്റ് ആണ് കാണുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചെറിയ ബോട്ടിൽസ് ഇവിടെ അടുക്കി വെച്ച് കൊടുക്കും. അത് ഈ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഈ ഒരു മെഷീനിലേക്ക് പോകും. ഈ ഒരു മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വാക്വം ചെയ്ത് അല്ലെങ്കിൽ എയർ നല്ല പ്രഷറിൽ അടിച്ചിട്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കും. ക്ലീൻ ആക്കിയതിന് ശേഷം ഈ സാധനം ഇങ്ങനെ കറങ്ങി ഈ ഒരു മെഷീനിലാണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു പൗഡർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പൗഡറിനെ ഈ മെഷീൻ ഓരോന്നിലും പ്രിസൈസ് ആയിട്ട് എത്ര ഗ്രാമാണോ ആ ബോട്ടിലിനകത്ത് വേണ്ടത് അത് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യും. കണ്ടോ, അതായത് ഇതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അത് നേരെ ഈ ഒരു മെഷീനിലേക്ക് വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ കാണാൻ പറ്റും. ഈ ക്യാപ്പ് അതിൻ്റെ മേളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കറക്കി വെക്കുന്നതാണ് ഈ ഒരു മെഷീൻ ചെയ്യുന്നത്. സോ സിംപ്ലി ഇതിങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ പുറത്തോട്ട് ആ ബോട്ടിൽ ക്യാപ്പ് വയ്ക്കും, വേറൊരു മെഷീൻ അതിനെ കറക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീലിംഗ് ഈ ഒരു സീലിംഗ് ചെയ്യുന്നതാണ് ഈ ഒരു മെഷീൻ. അപ്പോൾ ആ ക്യാപ്പിൻ്റെ അകത്ത് തന്നെ കാണും ആ സാധനം ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീലിംഗ് വരും. സീലിംഗും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ലേബലിംഗ് പ്രോസസ്സാണ്. അതാണ് ഈ ഒരു മെഷീൻ. ഓരോ ബോട്ടിൽസായിട്ട് ഈ ഒരു ലേബലിംഗ് മെഷീനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ലേബിളുണ്ട്. ആ ലേബിൾ ഇങ്ങനെ കറങ്ങി ഇതിൽ മൊത്തത്തിൽ സ്റ്റിക്ക് ആയതിനു ശേഷം ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഹോൾ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ആ ഒരു പൗഡറിനെ മൊത്തത്തിൽ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തേക്ക് ആക്കി സീൽ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടൂല. ബട്ട് ഇറ്റ് ഇസ് വെരി നൈസ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കഫാസ്ത ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ള ജോസൻ ജെ സാറാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് കുറച്ചുകൂടി കാര്യമായിട്ട് ഇതിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ കാര്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നത്. സോ സാർ, ഈ ഒരു പ്രോഡക്റ്റ് ലൈക്ക് ഇതിൻ്റെ ഫൗണ്ടിങ് സമയം മുതൽ ലൈക്ക് ആ ഒരു പ്രോസസ്സ് മൊത്തത്തിലൊന്ന് പറയാമോ? ഒരു സ്റ്റോറി കാണുമല്ലോ എൻ്റെ പുറകിൽ. ഈ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം, അത് ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് വരുന്ന പ്രോബ്ലംസ്, അതായത് ശ്വാസതടസ്സമോ ചുമയോ, അതുപോലെ പല ആൻറ്റിബയോട്ടിക് പല മരുന്നുകൾ കഴിച്ചിട്ടും പോകാത്ത ആ കഫക്കെട്ടും ചുമയോ, അതിലൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു പ്രൊപ്പറേറ്ററി മെഡിസിനാണ്, നമ്മുടെ സ്വന്തം മെഡിസിനാണ്. മെയിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിരുന്ന ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിനും മറ്റുള്ള ചുമ കഫക്കെട്ട് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയാണ് ആസ്മ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആസ്മയ്ക്ക് വേറെ മെഡിസിൻസ് ഉണ്ട്, ഇത് മാത്രമല്ല ഉള്ളത്. ഞാൻ ഇതുകൂടാതെ ആസ്മ സുഖകരുണ്ട്. അത് നേരത്തെ അതിന് ശേഷമാണ് ഞാനിത് ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ഹോംസ് നിർമ്മലും പിന്നെ കഫ്രോ എന്ന് പറയുന്ന ഒരു കാപ്സലുണ്ട്. അത് ഞാൻ ഇന്ത്യൻ പാറ്റൻറ്റ് ചെയ്ത പ്രോഡക്റ്റാണ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന് ശേഷം ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഇത് ആർക്കും കഴിക്കാം, വളരെ എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കും. എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കുന്നതിൻ്റെ കാര്യം സാധാരണ ഒരു ആയുർവേദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ശകലം കയ്പും ചവർപ്പും അങ്ങനെയൊക്കെ എപ്പോഴും നമുക്ക് ആയുർവേദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കഴിക്കാനുള്ള ഒരു മടി സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞാനിത് ചെയ്തു തന്നെ. ഓക്കെ. അപ്പം ഇച്ചിരി നിർമ്മൽ അത് നല്ലതാണ്. ഇത്രയും ഇത് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യന് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടി തൊട്ട് പ്രായമായവരൊരു ഇത് ഉപയോഗിക്കാം. ഈവൻ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്താണെങ്കിൽ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് പോലും ഇത് നല്ല റിസൾട്ട് വരും. കാരണം ഒത്തിരി ചില പിള്ളേർ കണ്ടവാനം ചുമച്ച് കഫം കണ്ടവാനം കട്ടയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ കൊടുത്താൽ പോലും ഇത് നല്ല റിസൾട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് നോക്കിയാലേ നമുക്കത്
മനസ്സിലാവുള്ളൂ ഇതിന്റെ ആ ഒരു എഫക്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ വീഡിയോക്കകത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്ത് തന്നു, ഇത് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ജോലിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇതിന്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പോലും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. അത്രയ്ക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഒരു ദിവസം നമ്മൾ കഴിച്ചെന്നാൽ നമുക്ക് ആ പ്രോബ്ലംസ് ഇല്ല, വരുന്ന ആ ഒരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ ആസ്മ പോലെയുള്ള ഇപ്പോൾ റെസ്പിറേറ്ററി അസുഖങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കാനും. ഡെയിലി ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിലാണ് ഉള്ളത്. ആ ബ്രീത്ത് ഭയങ്കര തടസ്സപ്പെടുന്ന സമയത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാവും. ആ ഡിഫിക്കൽട്ട് സ്റ്റേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര കുറച്ചുകൂടി കുറച്ച് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. പിന്നെ അതിനെ പതുക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇത് ഇപ്പോൾ ആസ്മയിൽ ഇതുകൊണ്ട് മാത്രം അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ അവകാശപ്പെടില്ല. കാരണം നമ്മളിവിടെ ആസ്മയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗാരനെ ട്രീറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ അത് 1 year ട്രീറ്റ്മെൻറ്റ് ആണ്. അതിനകത്ത് വേറെ മെഡിസിൻസ് ഉണ്ട്, പഞ്ചകർമ്മ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരാളെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറുള്ള കേസിൽ ഫാസ്റ്റ് ഡേ തന്നെ അവർക്ക് ആ ഇൻഹേലർ ആവശ്യം വരില്ല. ഇപ്പം അതുപോലെ തന്നെ ചുമ വരുന്ന സമയത്ത് കഫ് സിറപ്പൊക്കെ കുടിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര കയ്പാണല്ലോ ഒബ്വിയസ്ലി. കഫ് സിറപ്പ് ഞാൻ കയ്പെന്ന് പറയില്ല, കഴിക്കാൻ എളുപ്പമുണ്ടായിരിക്കാം ചിലപ്പം ചിലതിൽ. പക്ഷേ എന്നാലും എല്ലാത്തിലും ഒരുപോലെ അല്ല റിസൾട്ട്. അതെ, ഞാൻ അതിന് റിസൾട്ട് ഇല്ല എന്നല്ല പറയുന്നു, എല്ലാത്തിലും ഒരുപോലെ റിസൾട്ട്. പക്ഷെ അവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ല, ആൻറ്റിബയോട്ടിക്സിലൊക്കെ പലരും പല കോഴ്സുകൾ കഴിച്ചിട്ട് വരുന്ന രോഗികളുണ്ട്, മാറുന്നില്ല, അസുഖം മാറുന്നില്ല. നമ്മൾ ഒരു ബോട്ടിൽ കൊടുത്താൽ തന്നെ അവരുടെ ആ കാര്യങ്ങളെ ക്ലിയർ ആവും. അതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നൊരു ഒരു ബോട്ടിലെങ്കിലും വീട്ടിൽ മേടിച്ച് വെച്ചത്. അതെ, കാരണം അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആർക്കെങ്കിലും വീട്ടിൽ ആർക്ക് വന്നാലും ഇത് ഉപയോഗിക്കാം. കൊച്ചു കുട്ടികളോട്ട് പ്രായമായവർ വരെയാണെങ്കിലും ആർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഈ മഴക്കാലമാണ് വരുന്നത്, ഇതേപോലുള്ള റെസ്പിറേറ്ററി അസുഖങ്ങൾ ഒരുപാട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആഫ്റ്റർ കോവിഡിലെ പ്രോബ്ലംസ് ഒത്തിരി കൂടുതലാണ്. അപ്പം അതിന് ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പം നമുക്കറിയാം കോവിഡ് വന്നതിന് ഇത് റിയാലിറ്റിയാണ്. ഇപ്പം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കസിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ട്രാവലിൻ്റെ ഇടയ്ക്കാണ് ഒരു പനി വന്നൊരു ചുമ വന്നത്. ആ ചുമ നീണ്ടു നിന്നത് ഒരു 7 മാസം 8 മാസം ആ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിന്നു. ആ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ അറിയാം, ഒരു പോയിന്റിൽ എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് എൻ്റെ ഹെൽത്ത് പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് അങ്ങനത്തെ സ്റ്റേജൊക്കെയാണ് ഇപ്പോൾ പലർക്കും വന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷം. അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാം. ആൻഡ് സാർ, ഇതെങ്ങനെയാണെന്ന് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക? ഇത് ഇപ്പോൾ നമ്മൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലെന്ന് പറയില്ലെങ്കിലും ഒരുമാതിരി ഭേദപ്പെട്ട മെഡിക്കൽ ഷോപ്പുകളെല്ലാം ഉടൻ തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും കിട്ടും. ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് പക്ഷേ എല്ലായിടത്തും തന്നെ കിട്ടും. ഒരു ഷോപ്പിലല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ കിട്ടും. അപ്പം എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്ത് അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാർ, ഇത് ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ ഒരു ബേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ്, മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തിപ്പലി, കുരുമുളക്, കച്ചോലം, ചിറ്റരത്ത, മുന്തിരിങ്ങ, ഏലക്ക, കറുവാപ്പട്ട, യവക്ഷാരം, ഇതൊക്കെയാണ്. പിന്നെ പഞ്ചസാര ഇതിനകത്ത് 50% ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും പഞ്ചസാര ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ പോലും ഇത് ഒരു ദിവസം കഴിയുമ്പോൾ പരമാവധി ഒരു 20 ഗ്രാം കഴിച്ചാൽ മതി, അതുകൊണ്ട് ആ റിസൾട്ട് വരും. അപ്പോൾ അതിനകത്ത് ഒരു 10 ഗ്രാം പഞ്ചസാര വരുള്ളൂ. നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അതിനകത്ത് ഒത്തിരി കൂടുതലുണ്ട്, അതൊരു സത്യം. അതെ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല. പിന്നെ കഴിക്കാണ്ട് ഞാൻ പറഞ്ഞില്ല, വായിലേക്ക് കിട്ടുന്നത് അത് മെൽറ്റ് ആയിക്കോളും. അത് കഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം കുടിക്കരുത്. അപ്പോൾ 5 മിനിറ്റ് കഴിക്കേണ്ട രീതി ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? സാധാരണ ഉള്ള കേസിൽ ഒരു 4 തൊട്ട് 6 പ്രാവശ്യം കഴിക്കാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സ്പൂൺ എടുക്കുക, വായിലിടുക, അത് സാവകാശം മെൽറ്റായി നമുക്കതിൻ്റെ നല്ലൊരു ഫീലിംഗ് ആ വായിൽ അത് വരികയും ചെയ്യും. അതിറങ്ങി
വെള്ളം കുടിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിച്ചു. കാരണം ഒന്നിച്ച് ആ കൂട്ടത്തിൽ കുടിക്കുക എന്ന് പറയുന്നത് ആ തൊണ്ട ക്ലീൻ ആകാനുള്ളൊരു അവസരം കിട്ടണം. അതെ, അതിനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ വെള്ളം കുടിച്ചാൽ അതിൻ്റെ രസം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും, പിന്നെ ഒന്നുമില്ല. പക്ഷെ അതവിടെ ഇരിക്കുമ്പോൾ ശകലനേരം നമുക്ക് തൊണ്ടയിൽ രസം ഉണ്ടായി നമ്മുടെ തൊണ്ട നല്ലപോലെ ക്ലീൻ ആകും. അതാണല്ലോ നമുക്കൊരു ചുമയിലാണെങ്കിലും കഫക്കെട്ടിലാണെങ്കിലും ശ്വാസതടസ്സം ഉണ്ടാകുന്ന അവസരത്താണെങ്കിലും നമുക്ക് ആവശ്യം വരുന്നത്. ഓബ്വിയസ്ലി. അപ്പം പെട്ടെന്ന് തന്നെ അത് ആ കഫം മെൽറ്റായി പുറത്ത് പോരും. കഫം മെൽറ്റായി പുറത്ത് പോകുന്നത് നമ്മുടെ ആ ബുദ്ധിമുട്ട് തീർന്നു. അതേപോലെ തന്നെ നമ്മുടെ ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റലിൻ്റെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഇവിടേക്ക് വിളിച്ചാൽ മതി അല്ലേ, എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആസ്മ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസ്. അത് ആസ്മ മാത്രമല്ല, ആസ്മയ്ക്ക് തൊട്ട് മേളിലായിട്ടുള്ള പലതരത്തിലുള്ള COPD, ILD തുടങ്ങിയ കണ്ടീഷൻസ് നമ്മൾ എഫക്റ്റീവായിട്ട് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ക്യൂർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇവിടെ തന്നെ നിന്ന് അത് നമ്മൾ അഡ്മിറ്റ് ആയിട്ട് ചെയ്യുള്ളൂ. എന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. മരുന്ന് മാത്രമല്ല, നമ്മൾ പഞ്ചാര ഡീറ്റോക്സിഫിക്കേഷൻ തെറാപ്പി, നമ്മുടെ ശരീരത്തിലുള്ള ആ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണം. മാലിന്യം ഉള്ളിടത്തോളം കാലം നമ്മൾ എന്നാ ചെയ്താൽ അതിന് അത്ര എഫക്റ്റ് വരില്ല. രണ്ടും ഒരുപോലെ പോകുമ്പോൾ അത് പെട്ടെന്ന് റിക്കവറായി. നമ്മളിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്മിറ്റായിട്ടേ ചെയ്യുള്ളൂ, OP നമ്മൾ ചെയ്യത്തില്ല. മറ്റുള്ള ചില കേസുകളിലൊക്കെ നമ്മൾ OP ആയിട്ട് ചെയ്യും. ഇപ്പം ആർത്രൈറ്റിസിൻ്റെ കേസുകൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര സിവിയർ ആണെങ്കിലും നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കാം. പക്ഷേ അത് നമ്മൾ OP ആയിട്ടാണെങ്കിലും ലോക്കായിട്ടുള്ളവരാണെങ്കിൽ ചെയ്യും. പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ മാത്രം നമ്മളത് അഡ്മിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ ആരെയാണെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്തേ ചെയ്യും. കാരണം എങ്കിലേ ആ റിസൾട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മരുന്നുകൾ സമയത്തിന് ചെയ്യണം, ആ പഞ്ചകർമ്മ സമയത്തിന് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളതെല്ലാം ചോദിച്ചറിഞ്ഞ് അത് പരിഹരിക്കണം. നമ്മളതെല്ലാം ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരതനുസരിച്ച് എല്ലാം ക്ലിയറായിട്ട് ചെയ്തു പോകും. ഇപ്പം മോനും ഉണ്ട്, അവനും ഇപ്പം ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോളുണ്ടായിരുന്നു, അവളിപ്പം PG ചെയ്യുന്നു. രണ്ടുപേരും ആയുർവേദത്തിൽ തന്നെയാണ്. ഞാൻ തന്നെ 3rd ജനറേഷൻ, അവരിപ്പം 4th ജനറേഷൻ ഓൾറെഡി എത്തി. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓക്കെ. അപ്പോൾ താങ്ക് യു സർ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിയുന്നത് മാത്രമല്ല, ഈ പ്രോഡക്റ്റിൻ്റെ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഇവോൾവ് ആയി വന്നതെന്നുള്ള സ്റ്റോറി കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ വന്ന സമയത്ത് നമ്മുടെ ടീമിന് ഒരു ഡൗട്ടായിരുന്നു, ഇതെങ്ങനെ എവിടെ നിന്ന് എങ്ങനെയാണിത് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നുള്ളത്. ഒരുപാട് സന്തോഷം.